പേരിൽ മാത്രം പുത്തനായ ഒരാറുണ്ട് തലസ്ഥാനത്ത്. തിരുവനന്തപുരത്തെ പാർവതി പുത്തനാർ ആണത്. ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും പാർവതി പുത്തനാർ നിറയെ മാലിന്യമാണ്. ദുർഗന്ധം മൂലം നാട്ടുകാർക്കിവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കേരളം പല കാര്യങ്ങളിലും ഒന്നാമതെന്ന് ഊറ്റം കൊള്ളുമ്പോഴാണ് ഇത്തരം കാഴ്ച സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഉള്ളത്. കാണാം ആ റിപ്പോർട്ട്. പാർവതി പുത്തനാറിനെ മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ നിരവധി കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ഇരുമ്പ് വേലികളൊക്കെ. പക്ഷേ ഇതൊക്കെ ഫലം കണ്ടിട്ടുണ്ടോ? പരിശോധിക്കാം. മനുഷ്യക്കരുത്തിൽ വെട്ടിയൊരുക്കിയ ഒരു ജലപാത 1824 തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കല കുന്നുവരെയുള്ള പ്രധാന കായലുകളെ ഇടയ്ക്കിടയ്ക്ക് തോടുകൾ വെട്ടി ബന്ധപ്പെടുത്തിയാണ് പാർവതി പുത്തനാർ നിർമ്മിച്ചത്. പണ്ടത്തെ പാർവതി പുത്തനാർ അകാല ചരമം പ്രാപിച്ചിട്ട് കാലങ്ങളായി. പണ്ടൊക്കെ നമ്മൾ റോഡിൽ നിന്ന് നോക്കിയാൽ ഒരു രൂപ തൊട്ടടുത്ത് അവിടെ ഇട്ട റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇപ്പോഴും ചെളിയും വേസ്റ്റും ഡ്രെയിനേജും എല്ലാം അതിനകത്ത് തന്നെ. ഇതെല്ലാം വീടുകളെല്ലാം നിയന്ത്രിച്ചാൽ ക്ലിയറാവും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താരംഭിച്ച നവകേരള യജ്ഞത്തിൽ ഉൾപ്പെടുത്തി നദികളെ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി പാർവതി പുത്തനാറിനെയും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും എങ്ങുമെത്തിയില്ല. ക്ലീനിങ് നടക്കണമെന്ന് പറയണ കലക്കിയിടും. ആ കലക്കിയിട്ടിട്ട് അവരങ്ങ് പോവുകയാണ് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ അത് മാറിയില്ലേ. ക്വാരി കയറ്റി ക്ലീൻ ചെയ്താലല്ലേ പറ്റുള്ളൂ. അത് അടിച്ച് കലക്കി താത്ത് ചെളിയിലാക്കിയിട്ടിട്ട് അവർ പോയി 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കയറിയില്ലേ അത്. സംസ്ഥാന ജലപാത കടന്നുപോകുന്ന പശ്ചിമതീര കനാലിന്റെ ഭാഗമായ പാർവതി പുത്തനാറിന്റെ ശുചീകരണം ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പൂന്തുറ മൂന്നാറ്റുമുക്ക് മുതൽ ആക്കുളം കായലുമായി കൂടിച്ചേരുന്ന വേളി കായൽ വരെയുള്ള 16.5 കിലോമീറ്റർ ദൂരത്തിലാണ് ശുചീകരണം. യന്ത്രസഹായത്തോടെ ആറ്റിലെ മാലിന്യങ്ങളും പായലും ചെളിയുമൊക്കെ നീക്കുകയാണ്. 62 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ദൈർഘ്യമേറിയ പാർവതി പുത്തനാർ ശുചീകരിക്കാൻ തുക അപര്യാപ്തമെന്നും നിലവിലെ പ്രവർത്തികൾ കൊണ്ട് കാര്യമായ ഫലമില്ലെന്നും നാട്ടുകാർ. കാര്യം നമ്മൾ വഴി നീക്കി അങ്ങോട്ട് നടന്നു പോകത്തക്ക രീതിയിൽ പോകും പോലെയാണ് ഇത് ക്ലീൻ ചെയ്യണത്. ഇത് അങ്ങനെയല്ല ക്ലീൻ ചെയ്യാനുള്ള. ഇത് 65 ലക്ഷം രൂപയ്ക്ക് ഈ ആറ് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. ഇത് ഇവർ കുറേ കോരി വേസ്റ്റ് കോരിയും 2 സൈഡിലും വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഉണങ്ങുമ്പോൾ തിരിച്ച് ആദ്യം തന്നെ വരും. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. അറവ് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യവും പ്ലാസ്റ്റിക്കുമടക്കം പലതും പാർവതി പുത്തനാറിലേക്കാണ് ഒഴുക്കുന്നത്. നദിയിൽ മാലിന്യമൊഴുക്കുന്നവരെ പിടികൂടാൻ കാര്യമായ ഇടപെടൽ നടത്തി എന്നാണ് നഗരസഭയുടെ അവകാശവാദം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ബോർഡൊക്കെയുണ്ട്. പക്ഷേ മാലിന്യങ്ങളും അതിൽ നിന്നുയരുന്ന ദുർഗന്ധവും കാരണം ഈ പരിസരത്ത് അടുക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പകർത്തുന്ന രഞ്ജിത്ത് ഫ്രാൻസിസിൻ്റെ ഈ ക്യാമറയല്ലാതെ മറ്റൊരു ക്യാമറയും ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്? ഇല്ല ക്യാമറ ഇല്ല, വെച്ചിട്ടില്ല. നമ്മൾ ഈ പറയണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കൂല. ഈ കംപ്ലീറ്റ് വെള്ളം ഇതുവഴി തന്നെ വരണം ഈ സിറ്റിയില. പാർവതി പുത്തനാറിന്റെ തീരത്ത് താമസിച്ചിരുന്ന സ്ത്രീ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് അടുത്തിടെയാണ്. തിരഞ്ഞെടുപ്പ് കാലമായതോടെ ഇപ്പോഴുള്ള ശുചീകരണ പ്രവൃത്തികൾ വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണെന്നും ആക്ഷേപമുണ്ട്. ഇനി അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അറിയാം എന്താണ് നടക്കണമെന്നുള്ളത്. ഇലക്ഷൻ ഗമ്മിക്കൊക്കെ ആണെന്നാണ് പറയുന്നത്. തോന്നുന്നു. നദിയിലെ ഒഴുക്ക് സുഗമമാക്കി ബോട്ട് യാത്രയൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പലത് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ടും കാലമേറെയായി. ഒക്കെ നടന്നെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട നാട്ടുകാർ പറയുന്നത്. ലക്ഷങ്ങൾ പൊടിച്ച് പാർവതി പുത്തനാറിൽ ഇപ്പോൾ നടക്കുന്ന ഈ മാലിന്യ സംസ്കരണം പ്രഹസനം എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. കൃത്യവും ശാസ്ത്രീയവുമായ രീതിയിൽ ഈ മാലിന്യമത്രയും സംസ്കരിച്ച പാർവതി പുത്തനാറിനെ വീണ്ടെടുക്കണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. ദുർഗന്ധപൂരിതമായ മാലിന്യം നിറഞ്ഞ പാർവതി പുത്തനാറിൻ്റെ കരയിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, മാലിന്യത്തിൻ്റെ കാര്യത്തിൽ പൊതുജനത്തിനും ഉത്തരവാദിത്വമുണ്ട്. നാം നമ്മുടെ മാലിന്യം ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്താൽ ഇങ്ങനെ വരുമോ എന്നാലോചിക്കേണ്ടതുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.